അപ്പോൾ ഇന്ന് ഞാൻ രാമായണത്തിനെ പറ്റിയിട്ടാണ് കുറച്ച് വാക്കുകൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. രാമൻ്റെ ജനനത്തിനെ പറ്റിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാമൻ ജനിച്ചത് രാവണനെ വധിക്കാനാണ്. അപ്പം ഒരു ലക്ഷ്യമില്ലാണ്ട് ഒരാളെ ദൈവം സൃഷ്ടിക്കൂല എന്ന് നമുക്കറിയാലോ. അപ്പോൾ ഇന്ന് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ തെറ്റ് പറഞ്ഞു തരും വേണം. അതുകൊണ്ട് എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു തരാം. കർക്കിടകം 1 രാമായണം വായിക്കുന്ന സമയമാണ്. അപ്പോൾ ഇന്ന് ഞാൻ ദശരഥ മഹാരാജാവിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അദ്ദേഹത്തിന് കുട്ടികൾ ഇല്ല. അപ്പം കുട്ടിക്ക് വേണ്ടിയിട്ട് യജ്ഞം നടത്തിനി വസിഷ്ഠ മഹർഷി നേതൃത്വത്തിൽ. അപ്പം ദശരഥ മഹാരാജാവ് അയോധ്യ രാജ്യത്തിൻ്റെ രാജാവാണ്. അപ്പം അദ്ദേഹത്തിന് 3 ഭാര്യമാരുണ്ട്: കൗസല്യ, കൈകേയി, സുമിത്ര. അപ്പോൾ ഈ പുത്രകാമേഷ്ടി ഈ യജ്ഞം നടത്തിയപ്പോൾ അവരൊരു പായസം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ 3 ആൾക്കും വീതിച്ചു, തുല്യമായി വീതിച്ചു. അപ്പോൾ അവർക്ക് 4 പുത്രന്മാർ ജനിച്ചു. ആ 4 പുത്രന്മാരുടെ പേരാണ് രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ. അപ്പോൾ നമ്മളെ ശ്രീരാമൻ കൗശല്യൻ്റെ പുത്രനാണ്. കൈകേയിക്കാണ് ഭരതൻ ജനിച്ചത്. പിന്നെ സുമിത്രയ്ക്ക് 2 മക്കളാണ്, ലക്ഷ്മണനും ശത്രുഘ്നനും. അങ്ങനെ ഇവർ 4 പേരാണ് അയോധ്യ രാജ്യത്തിൻ്റെ രാജാക്കന്മാർ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് ഒരു തുടക്കം ഇട്ട് വെക്കുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ആ തെറ്റ് നിങ്ങളൊന്ന് പറഞ്ഞു തരണം. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാനിത് പറഞ്ഞു തന്നത്. അപ്പോൾ നാളെ കാണാം. ബായ്.